ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോകത്ത് വന്ന നബിമാർ മുഴുവനും സഞ്ചരിച്ചു, ഒരുപാട് സഞ്ചരിച്ചു. എന്നാൽ മുഹമ്മദ് നബിയുടെ സഞ്ചാരങ്ങൾ കുറവാണ്. സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഞ്ചാരം എത്ര? ആദം നബി ഇന്ത്യയിൽ നിന്ന് തന്നെ 40 വട്ടം പരിശുദ്ധ ഹറമിലേക്ക് നടന്നു പോയ ഹജ്ജ് ചെയ്തത്. എത്ര ദൂരമുണ്ട്? ഗൂഗിൾ മാപ്പിന്റെ സൗകര്യമില്ലാത്ത കാലം. സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്ര ദൂരങ്ങളാ സഞ്ചരിച്ചത്? ഇബ്രാഹിം നബി സഞ്ചരിച്ച് ആ കാല് അള്ളാഹുടെ മാർഗത്തിലുള്ള ഹിജറകളാണല്ലോ, ഹിജറ പോവലാണല്ലോ ഈ സഞ്ചാരം. എത്ര ഭൂഖണ്ഡങ്ങളിലൂടെ താണ്ടി നടന്ന മഹാൻ. സയ്യിദന മൂസ അലൈഹിസ്സലാം എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്? മഹാനവറുകൾ സീനായി മരുഭൂമിയിൽ നിന്നും മെഡിറ്ററേനിയൻ കടലെടുക്കും അറ്റ്ലാന്റിക് മഹാസമുദ്രവും സംഗമിക്കുന്ന മജ്മഉൽ ബഹ്റൈൻ, ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും അടുത്ത ഭൂഖണ്ഡത്തിലേക്കുള്ള യാത്രയാണത്. ഔ അംളിയ ഹുഖബ, ആ യാത്രക്ക് വേണ്ടി യുഗങ്ങൾ. ഒരു ഹുഖബ് എന്ന് പറഞ്ഞാൽ ഏകദേശം 80 വർഷം. അവിടെ വരെ സഞ്ചരിക്കാൻ എനിക്കൊരു പക്ഷേ ഒരുപാട് ഹുഖബ് വേണ്ടി വരും, ഒരുപാട് യുഗങ്ങൾ താണ്ടേണ്ടി വരും എന്നാ പറഞ്ഞത്. യാത്രകളാണ് 80 വർഷം ആവറേജ് കൂട്ടിയാൽ എത്ര 80 വർഷങ്ങൾ കഴിഞ്ഞാലാ ഞാൻ അവിടെ എത്താം? അത്രത്തോളം സഞ്ചാരികളാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് സഞ്ചാരത്തിന് അവിടുത്തെ സന്ദേശങ്ങളാ പോയത്. അധികവും കത്തിടപാടുകളായിരുന്നു. പുന്നാര നബിയുടെ ഒരു കത്തൊരു നാട്ടിലേക്ക് എത്തിയാൽ ആ കത്തിന്റെ പ്രഭ കൊണ്ട് ആ നാട്ടിൽ ആയിരങ്ങൾ ഇസ്ലാമിൽ. അങ്ങനെയായിരുന്നു ഹിദായത്ത് കൊടുത്തത്, അങ്ങനെയായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. മദീനയിലേക്ക് പോയതാരാ? മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. മിസ്അബ് ആദ്യം അവിടെ ചെന്നിട്ട് റളിയല്ലാഹു അൻഹു, ആരാ മിസ്അബ് ഇബ്നു ഉമൈർ? വെള്ളിക്കരണ്ടി കടിച്ചു പിടിച്ച് ജനിച്ചു എന്നൊക്കെ പറയാറുണ്ട് സാധാരണ പണം കൂടുമ്പോ. സ്വർണക്കരണ്ടി കടിച്ചു പിടിച്ച് ജനിച്ചു എന്ന് പറയാറുണ്ട്. വായിൽ അത്ര കണ്ട് വലിയ ആർഭാടത്തിന്റെ ഭക്ഷണങ്ങളും ജീവിതത്തിന്റെ രീതികളിൽ മുഴുവനും ഒരു ധനാഢ്യന്റെ മകനായി ജനിച്ച് ലോകം കണ്ട വർത്തക പ്രമാണിമാരിൽ പ്രമുഖനായി ജീവിച്ച് അവസാനം മയ്യത്ത് പുതിയ നേരത്ത് മക്കച്ചങ്ങണ എന്ന് പറയുന്ന പുല്ല് വെച്ചിട്ടാ കഫൻ പുടവ, തന്റെ നീളത്തിനൊത്ത കഫൻ പുടവ പോലും വാങ്ങാൻ പണമില്ലാതെ മരിച്ചുപോയ മഹാൻ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. സ്വഹാബികളുടെ ഉസ്താദാണ്, സ്വഹാബിയാണ്, മിസ്അബാണ്. പരിശുദ്ധ മദീനയിൽ വെച്ച് ജുമുഅ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക. പിന്നീട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിക്കുക ചെയ്തത്. വെള്ളിയാഴ്ചക്ക് വെള്ളിയാഴ്ച എന്ന് പേര് വെച്ചത് മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ. യൗമുൽ ജുമുഅ എന്ന് പേര് വെച്ചു. ഇതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അംഗീകരിക്കുക ചെയ്തു. ആ മിസ്അബ് ഒറ്റയ്ക്കങ്ങോട്ട് ചെല്ലലോടുകൂടെ 70 പേരാ മുസ്ലിമായതെവിടെ? മുമ്പ് പരിചയമില്ലാത്ത മദീനയിൽ മിസ്അബിന്റെ കയ്യിൽ കൊടുത്തു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിദായത്ത് അങ്ങനെയായിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് ഭയങ്കര സാധന ഹിദായത്ത്. നമ്മൾ ഇബ്ലീസിന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. 80,000 കൊല്ലം അള്ളാഹുവിനെ തുടർച്ചയായി ഇബാദത്ത് ചെയ്ത വ്യക്തിയായി ഇബ്ലീസ്. 1-2 കൊല്ലമല്ല, 80,000 കൊല്ലം. എന്താ ഈമാൻ! ഇബ്ലീസിന്റെ ഈമാൻ അപാരമായ ഈമാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ
وقال لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الفئتان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. സൂറത്തുൽ അൻഫാലിന്റെ 46-ാമത്തെ ആയത്ത്. ബദറിലേക്ക് പോയ ഖുറൈശികൾക്ക് ആവേശം കൊടുത്തു. നജദ്കാരനായ പക്വതയുള്ള ഒരു മനുഷ്യനായിരുന്നു അന്ന് ഇബ്ലീസിന്റെ രൂപം. അങ്ങനെ നജദിൽ നിന്ന് വന്ന പക്വമതിയായ ഒരു കാരണവര്, ശരീരമൊന്നും അങ്ങനെ എന്താ പറയാ ശോഷിച്ചിട്ടൊന്നുമില്ല, ദുർബലമായിട്ടില്ല, നല്ല ആകാര ഭംഗിയുള്ള എന്നാൽ തലമുടിയൊക്കെ നരച്ച മുഖഭാവത്തിൽ പക്വത വിതറി നിൽക്കുന്ന ചിന്താശക്തിയുള്ള വിവേകശാലിയായ ഒരു നജദ്കാരനായ അപരിചിതൻ വന്നുകൊണ്ട് ഖുറൈശികളുടെ കൂടെ കൂടി ഗുണങ്ങൾ ഉപദേശിക്കാൻ, ബദറിലേക്ക് പോവാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. യുദ്ധതന്ത്രങ്ങൾ അബൂജഹലിനെ മെനഞ്ഞു കൊടുക്കുന്നു. ബദറിലെത്തിക്കഴിഞ്ഞപ്പോ മലക്കുകൾ ഇറങ്ങി വരുന്ന കണ്ടപ്പോ മൂപ്പര് പറഞ്ഞൊരു വാക്കുണ്ട്. ഖുർആൻ സൂറത്തുൽ അൻഫാലിന്റെ 46-ാമത്തെ ആയത്തില് അത് പറയുന്നുണ്ട്. ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞ വാക്കിൽ കാണാം, അയാൾക്ക് അള്ളാഹു കൊടുത്ത ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന വിചാരമൊക്കെ ഉണ്ടാവും. ഹിദായത്തില്ലാതെ ആ വിചാരമുണ്ടായിട്ട് എന്ത് കാര്യം? ഹിദായത്ത് എവിടെയാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിലാണ്. മാ അന അലൈഹി വ സുഹാബി, ഞാനും എന്റെ സഹാബത്തും അവിടെയാണ്. അള്ളാഹു നമ്മെ അതിൽ ചേർക്കട്ടെ. فلما تراءت الفئتان نكص على عقبيه. രണ്ട് സംഘവും ഇങ്ങനെ മുഖാമുഖം കണ്ടുമുട്ടി. ഏത് സംഘം? രണ്ടെണ്ണം. അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ഉമയ്യത്തിന്റെയും നേതൃത്വത്തിൽ 951 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഏകദേശം 300 ചുല്ലുവാനും ആളുകൾ 313 എന്ന് വെക്കാം. 3 ഇരട്ടി അപ്പുറത്തുണ്ട്. ഈ 313ന്റെ വേച്ച് വരുന്ന കോലത്തിന്റെ കൂടെ അള്ളാഹുവിന്റെ മലക്കുകളെ കാണുകയാൽ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ്. നമ്മൾ മലക്കിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത് നമ്മൾ വിശ്വസിക്കുന്നു. ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം, രണ്ട് അള്ളാഹുവിന്റെ ഈമാൻ കാര്യം അറിയില്ലേ? 2ാം ക്ലാസ്സിലെ പുസ്തകത്തിലുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസം. എന്തുട്ട് വിശ്വാസം? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഈ കേട്ടതല്ലേ ഉള്ളൂ. 20,000 കൊല്ലം മലക്കുകൾക്ക് ദർസ് നടത്തിയ അവരുടെ ഉസ്താദാണ് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ്. പക്ഷെ അയാൾക്ക് ഹിദായത്തില്ല, ഇൽമുണ്ട്, ഈമാനുണ്ട്. അബൂജഹലിനോട് പറഞ്ഞു, فلما تراءت الفئتان نكص على عقبيه. രണ്ട് സംഘവും കണ്ടുമുട്ടിയ നേരം മൂപ്പര് പിന്നോട്ട് ചാടിയെന്ന അമ്പരന്ന് പോയി ഖുറൈശികൾ. ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്നും ഒഴിവ് പറയുകയാണ്. ഇന്നി അറാ മാ ലാ തറൂൻ. അബൂജഹലേ, ഉത്ബത്തെ, ഉമയ്യത്തെ, ശൈബത്തെ, ഖാലിദേ, നിങ്ങളാരും കാണാത്തത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നി അഖാഫുല്ലാഹ്, അല്ലാഹുവിനെ എനിക്ക് ഭയമാ. മനസ്സിൽ തട്ടി വർത്താനത്. പക്ഷേ ആ ഇബ്ലീസിന് ഇല്ലാതെ പോയത് ഹിദായത്താണ്, ഈമാനുണ്ട്, ഇൽമുണ്ട്. 80,000 കൊല്ലം അള്ളാഹുവിനെ തുടർച്ചയായി ഇബാദത്ത് ചെയ്ത വ്യക്തിയാണ്. ഇബാദത്തുണ്ട്. ഒരു തവാഫിനൊക്കെ പോയ 14,000 കൊല്ലം കഴിഞ്ഞാൽ കയറി വരാം.
പരിശുദ്ധ കഅബ ശരീഫ് ഇബ്ലീസ് തവാഫ് ചെയ്തത് 14,000 കൊല്ലം. അല്ലാണ്ട് ഹിദായത്തില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്ത് കൊടുത്തങ്ങോട്ട് വിട്ടു. അങ്ങനെയായിരുന്നു ഹുദൈബിയ സന്ധി. അത്ഭുതമല്ലേ? ഹുദൈബിയ സന്ധിയിൽ 3 കാര്യങ്ങൾ കരാർ വെച്ചിരുന്നു. യുദ്ധം പാടില്ല. പിന്നെ പറഞ്ഞു മക്കയിൽ നിന്നും മദീനയിലേക്ക് നബിയും സഹാബത്തും ഉള്ളിടത്തേക്ക് ഏതെങ്കിലും ഒരാൾ അവിടെ എത്തിയ അയാൾ അവിടെ ബന്ദിയായി പിടിക്കാൻ പറ്റില്ല. അയാൾ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു വെച്ചോളണം. മക്കയിലേക്ക് മദീനയിൽ നിന്ന് നബിയുടെ സഹാബത്ത് ആരെങ്കിലും കുടുംബത്തിന്റെ വിശേഷം അറിയാൻ ഒളിച്ചും പാത്തും രാത്രി എങ്ങാനും വന്ന് ഇവിടെ പിടിക്കപ്പെട്ട അവനെ പിന്നെ വിടൂല. ഇതാണ് ഹുദൈബിയ സന്ധിയിലെ 3 കരാറ്. യുദ്ധം പാടില്ല 1. 2, നബിയും സഹാബത്ത് മദീനയിലാണല്ലോ. ഖുറൈശികളിൽ ആരെങ്കിലും അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവനങ്ങോട്ട് തിരിച്ചയച്ചോളണം. നേരെ മറിച്ച് 3ാമത്തെ കരാറ്, അവിടെ നിന്ന് ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പറയൂ, വിടൂല. ഈ കരാറിന്റെ രഹസ്യം നമുക്കറിയുമോ? ഈ കരാറിൽ ഒപ്പുവെക്കാൻ നബിയെ അങ്ങ് പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുനാ അലി സമ്മതിച്ചില്ല. അള്ളാഹുവിന്റെ ഹബീബ് ബലം പ്രയോഗിച്ച് നടത്തിയ പോലെ ആ ഒപ്പ് പ്രവാചകന്റെ കൈമുദ്ര പതിയുകയാണ്. എന്താ ഈ കരാറിന്റെ പ്രത്യേകത? ഈ കരാറിന്റെ പ്രത്യേകത നോക്കിക്കോ. അടുത്ത വർഷം മക്ക മുഴുവനും മുത്തായ നബിയുടെ പ്രവശ്യയായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നു. 80 വയസ്സ് കഴിഞ്ഞ ഖുറൈശികളുടെ കാരണവർ അബൂ സുഫിയാൻ കലിമ ചൊല്ലാൻ പോകുന്നത് അടുത്ത വർഷം. അബൂ സുഫിയാൻ നബിയുടെ കുടുംബമാണ്, ഖുറൈശികളുടെ കാരണവരാണ്. 80-83 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോ ഇതുവരെ മുസ്ലിം ആയിട്ടില്ല. ഈ ഹുദൈബിയ കഴിഞ്ഞ അടുത്ത വർഷം വരാനിരിക്കുന്നത് മക്ക ഫതഹാവലാണ്. മക്ക ഫതഹായി കഴിഞ്ഞാൽ അബൂ സുഫിയാൻ മുസ്ലിം ആവണം. മുസ്ലിം അല്ലാത്തവരും ആരും അവിടെ ഉണ്ടാവാൻ പാടില്ല. അബൂ സുഫിയാൻ മുസ്ലിമായതോ അള്ളാഹുവിന്റെ ഹബീബിനെ അറിഞ്ഞുകൊണ്ട് തന്നെയാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അങ്ങോട്ട് പോയുള്ളൂ. നിരന്തരമായ യാത്രകൾ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ വന്നിട്ടില്ല. അബൂ സുഫിയാന്റെ വീട്ടിലുണ്ടായിരുന്ന ഹിദായത്ത്. അബൂ സുഫിയാന്റെ പൊന്നുമോള് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയാണ്. യാത്രാവേളയിൽ ഈ ഹുദൈബിയ സന്ധിയൊക്കെ വരുന്നതിന് മുന്നേ യാത്രാവേളയിലൊക്കെ എവിടെയൊക്കെ പോകുമ്പോ മോളുടെ വീട്ടിലൊന്ന് കയറാൻ ചെല്ലും. അന്ന് മകളുടെ വീട്ടിൽ വന്നപ്പോ പൊന്നുമോൾ വാപ്പാക്ക് നല്ല സ്വീകരണം കൊടുത്തു. വാപ്പ മുസ്ലിമല്ല. ഞാൻ പഠിപ്പിച്ച അതമല്ലല്ലോ എന്റെ പൊന്നുമോൾക്ക്, ഞാൻ പഠിപ്പിച്ച അച്ചടക്കമല്ലല്ലോ, ഞാൻ പഠിപ്പിച്ച ബഹുമാനമല്ലല്ലോ, ഞാൻ പഠിപ്പിച്ച ഗുരുത്വമല്ലല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. വാപ്പ വന്നു. ഇരിക്കാൻ ഇരിപ്പിടങ്ങളുണ്ട്, ഒരെണ്ണം മാത്രം ഇത്തിരി പ്രത്യേകതയുണ്ട്. ഇരിക്കാൻ ഇരിപ്പിടങ്ങളുണ്ട്, ഒരെണ്ണം മാത്രം പ്രത്യേകതയുണ്ട്. പ്രത്യേകമായ ഇരിപ്പിടത്തിൽ ഒരു തുണി കഷ്ണം വിരിച്ചു വെച്ചിട്ടുണ്ട്. അബൂ സുഫിയാൻ മക്ക കണ്ട ഏറ്റവും വലിയ പ്രമാണി, മക്ക കണ്ട ഏറ്റവും വലിയ നേതാവ്, മക്കയും മദീനയും ഷാമും കണ്ട ഏറ്റവും വലിയ കച്ചവടക്കാരൻ. അധികാരമുണ്ട്, സ്വാധീനമുണ്ട്, പണമുണ്ട്, വിവരമുണ്ട്, യുദ്ധതന്ത്രങ്ങളുണ്ട്, സംഘബലമുണ്ട്, സൈന്യമുണ്ട്, എല്ലാ നിലക്കും യോഗ്യൻ. തറവാട് മുഹമ്മദ് നബിയുടെ തറവാട് തന്നെയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മോളുടെ വീട്ടിൽ വന്നു. വാപ്പ ഇരിക്കെന്ന് പറഞ്ഞു മകൾ. ആ വാപ്പ പോയി ഇരിക്കാൻ മകൾ എന്ന സ്വാതന്ത്ര്യത്തിൽ ഇരിപ്പിടം തേടിയത് പ്രത്യേകമായി മാറ്റിയിട്ടിരിക്കുന്ന ഒരു തുണിയുടെ കഷ്ണമുള്ള ഇരിപ്പിടത്തിലേക്ക് ചെല്ലുമ്പോ പൊന്നുമോള് വട്ടം കയറി നിന്നിട്ട് പറഞ്ഞ്, ഇവിടെ ഇരിക്കാവതല്ല, ഞാൻ അങ്ങ് ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല വാപ്പ. ഇതെന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നിടത്ത് കയറി ഇരിക്കാൻ വാപ്പ ആയിട്ടില്ല. അവിടെ ഇരുന്നു.
എന്റെ മോള് എനിക്കപ്പുറം, എന്റെ മകൾ എനിക്കപ്പുറം അവളുടെ പ്രിയപ്പെട്ട പിതാവ് എന്ന സ്നേഹത്തിൽ കുറവ് വരുത്താതെ, എന്നോടുള്ള ഇടപഴക്കത്തിലും എന്നോടുള്ള പെരുമാറ്റത്തിലും ഒന്നും തന്നെ കുറവ് വരുത്താതെ, ആ സ്നേഹം കുറയാതെ എന്നോട് പെരുമാറിയൊക്കെ ശരി തന്നെ. പക്ഷേ മുഹമ്മദ് നബി രക്തത്തിൽ കലർന്നിരിക്കുന്ന പോലെ, മുഹമ്മദ് നബി ഹൃദയത്തിന്റെ താളമായി മാറിയ പോലെ, മുഹമ്മദ് നബി ജീവന്റെ തുടിപ്പായി മാറിയ പോലെ, എന്റെ പൊന്നെ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? അതാണ് ഈമാൻ, അതാണ് ഹിദായത്ത്. അബൂ സുഫിയാൻ അടുത്ത വർഷം മുസ്ലിം ആവണം. അബൂ സുഫിയാൻ അടുത്ത വർഷം മുസ്ലിം ആവണം. അതിന് ഹുദൈബിയ സന്ധിയിൽ നമുക്ക് തന്നെ കേട്ടിട്ട് അതിന്റെ ഒരു വിഷമ. ഇവിടുന്ന് ഒരാൾ അവിടെ ചെന്ന അവനെ വിടൂല, അവിടെ പിടിച്ചിടും. അതിന് ജയിലിലാവാം, അടിമയായിട്ടാവാം, എല്ലാ ക്രൂര വിനോദങ്ങളും അയാളിൽ ചെയ്യാം. എന്നാൽ ഖുറൈശികളിൽപ്പെട്ട ഒരുത്തൻ ദുരുദ്ദേശപ്രകാരം അവിടെ ചെന്ന ആരെങ്കിലും ഉപദ്രവിക്കാനോ എന്തിനു എന്നാലും അവനെ നിരുപാധികം ഇങ്ങോട്ട് പറഞ്ഞേച്ചേക്കണം. എന്താ ഇതിന്റെ യുക്തി? അവിടെയാ മുഹമ്മദ് നബി കൊടുത്ത ഹിദായത്ത് നമുക്ക് വിഷയമാകുന്നത്. മക്കയിൽ നിന്നും ഏതെങ്കിലും ഒരു ഖുറൈശി മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ, മഹാന്മാരായ സഹാബത്തിന്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ, ആ പെരുമാറ്റം കണ്ടാ മതി ഇവ മുസ്ലിമാവും. അത് കണ്ടാൽ മതി, ആ ഒരു നോട്ടം മതി, ആ ഒരു ചിരി മതി, അവരുടെ പെരുമാറ്റം അകലെ നിന്ന് കണ്ടാൽ മതി, ഇവന്റെ മനസ്സ് മാറും. അങ്ങനെ മനസ്സ് മാറിയവൻ അവിടെ നിൽക്കാതെ പിന്നെ മദീനയിൽ നിന്നും മക്കയിലേക്ക് മടങ്ങിച്ചെന്നാൽ ഇവൻ മുഖേന മറ്റുള്ളവരവിടെ നന്നാവും. ഒന്നിവിടെ വന്നു പോയാൽ മതി. അതായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഹിദായത്ത്. ഇനിയോ മറ്റത് പറയേണ്ടതില്ലല്ലോ. ഏത്? അവിടുന്ന് ഒരാൾ ഇവിടെ വന്നപ്പോ അവൻ അങ്ങോട്ട് വിട്ടു, ഇനി ഇവിടുന്ന് ഒരാൾ അവിടെ പോയാൽ അവന് വിടാൻ പാടില്ല. അങ്ങനെ ഇവിടുന്ന് ആരും പോവാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ കുടുംബത്തെ കാണാൻ വേണ്ടി, തങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന സമ്പത്ത് കാണാൻ വേണ്ടി ഗത്യന്തരമില്ലാതെ ചിലര് പോകേണ്ടി വന്നിട്ടുണ്ട്. പോയവരെ തിരിച്ചു വിട്ടതുമില്ല. പക്ഷേ അവരവിടെ നിൽക്കലോടുകൂടെ മക്ക മുഴുവനും ഇവരുടെ നിറസാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരുപാട് പേരിലേക്ക് ഹിദായത്ത് കടന്നു ചെന്നു. മക്ക ഫതഹായി, മക്കയിൽ ആധിപത്യം വന്നു. മുഹമ്മദ് നബിയുടെ ഹിദായത്ത് നോക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി കൊടുത്ത ഹിദായത്ത്, അല്ലാഹുവേ, പരിശുദ്ധമായ റസൂല് ഇന്നും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. നേർക്ക് നേർ നാം സലാം ചൊല്ലി വിളിക്കുന്നത് ആ നബിയെ അല്ലേ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഇത് നമ്മൾ വിളിക്കുന്ന സലാമല്ലേ? എന്റെ പേരിൽ ആര് എനിക്ക് സലാം പറയുന്നുവോ ഞാൻ അവന് തിരിച്ചു ഉത്തരം ചെയ്യാതെ ഇല്ലേ ഇല്ല നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഉത്തരം തരുന്നുണ്ട്. കേൾക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ കേൾക്കുന്നവരുണ്ട്, അങ്ങനെ കേട്ടവരുണ്ട്. കണ്ണിന് കാഴ്ചയില്ലാതെ പിറന്നു 16 വയസ്സ് വരെ ഉമ്മയുടെ ശിക്ഷണത്തിൽ നിന്ന് തന്നെ 70,000 ഹദീസ് മനഃപ്പാഠമാക്കി. ഹദീസ് എല്ലാവരും കാണാതെ പഠിച്ചു. ഈ മോൻ 16 വയസ്സ് വരെ കാണാതെ പഠിച്ച 70,000 ഹദീസ് സനദ് സഹിത കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാ പണ്ഡിതന്മാരെയും വെച്ച് വേദി കെട്ടി ഒന്ന് മത്സരിച്ചു. ഒറ്റയ്ക്ക് നിന്ന് അന്ധനായ ബാലൻ ഹദീസിന്റെ മാസ്മരികമായ ചർച്ചകളിൽ എല്ലാ പണ്ഡിതന്മാരെയും പരാജയപ്പെടുത്തി. 16 പൂർത്തിയായ ശേഷം സ്വഹീഹുൽ ബുഖാരിയുടെ ചില നുസ്ഖയുടെ മുഖദ്ദിമയിൽ ഈ സംഭവം മഹാന്മാർ കുറിക്കുന്നത് കാണാം. പ്രിയപ്പെട്ട മാതാവ് അല്ലാഹുവിന്റെ ഹബീബിനെ ഒരുപാട് സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലിയ ഉമ്മയുടെ പൊന്നുമോനല്ലേ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ സ്വപ്നം കണ്ടു. മകന് കാഴ്ച വന്ന വിവരം പറയാൻ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം വന്നിരുന്നു. എന്റെ പൊന്നിന് കാഴ്ച കിട്ടിയോ?
ഉറങ്ങിക്കിടക്കുന്ന പൊന്നുമോനെ സ്നേഹത്തോടുകൂടെ ഉമ്മ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ആലിംഗനം ചെയ്തു. ആ മകൻ ആ ഇരുട്ടിന്റെ ഇടയിലെ പരാപര വെളിച്ചത്തിൽ ഉമ്മയുടെ കണ്ണ് നനഞ്ഞൊലിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണിന്റെ കാഴ്ച തുടങ്ങുകയാ. പിന്നെ അത്ഭുതം, ആ മകനങ്ങ് പഠിക്കാൻ തുടങ്ങി. 10,000 വിട്ടു, ലക്ഷങ്ങൾ വിട്ടു, ഹദീസ് ഇങ്ങനെ മനഃപ്പാഠമാക്കി. മദീനയിലേക്ക് മഹാനായ ഇമാം ബുഖാരി ചൊല്ലുകയാ, പിണങ്ങി നിന്നു. എന്റെ ഹബീബ് എന്നെ വിളിക്കാതെ എനിക്ക് മദീനയിലേക്ക് കടക്കാൻ പറ്റൂല. റസൂലുള്ള വിളിക്കാതെ ഞാൻ മദീനയുടെ ഹറമിലെത്തില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിണങ്ങി നിന്നു, മാറി നിന്നു. എന്റെ നബി വിളിക്കാതെ ഞാൻ ചൊല്ലൂല. സ്നേഹത്തിന്റെ പിണക്കം, ആ അടുപ്പാടുണ്ട്. ആ അടുപ്പമാ വേണ്ടത്. കേട്ടറിഞ്ഞു, എവിടെയോ ഒരു പാത്രം, നിബിതങ്ങൾ വെള്ളം കുടിച്ച പാത്രം എവിടെയോ ഉണ്ട്. ഇമാം ബുഖാരി ആ പാത്രം തേടിപ്പോയി. അവിടെ ചെന്നിട്ടോ ഹബീബ് കുടിച്ചു പോയ പാത്രം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇമാം ബുഖാരിയുടെ കയ്യിൽ കിട്ടുന്നു. ആ പാത്രത്തിലെ ഇമാം ബുഖാരി ഇങ്ങനെ തടവി 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 തലോടി 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 അവസാനം 2 വിരലുകൾ അമർന്നു ഒരു ഭാഗത്ത്, ആ പാത്രത്തിന്റെ അരികിൽ, അതിന്റെ വക്കിൽ. എവിടെയാ പിടിച്ചതെന്നറിയോ? മുത്തായ നബിതങ്ങൾ ഒരു വട്ടം വെള്ളം കുടിച്ച പാത്രത്തിൽ ഇമാം ബുഖാരി നൂറ്റാണ്ടുകൾക്ക് ശേഷം കൈത്തണ്ടുകൊണ്ട് തലോടിയപ്പോൾ ഇമാം ബുഖാരിയുടെ 2 വിരലുകൾ ആ പാത്രത്തിന്റെ ഒരു അരികിൽ അങ്ങ് അമർത്തി പിടിച്ചു. എവിടെ ഇരിക്കുന്നത്? ചുണ്ടുവെച്ച സ്ഥലം. എങ്ങനെ കിട്ടി സ്പർശനേന്ദ്രിയം? എങ്ങനെ കിട്ടി? അവിടെയാ ആ ചുണ്ട് വെച്ചതെന്ന്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതൊരു സ്നേഹത്തിന്റെ ബന്ധമാ, അതൊരു ഇഷ്ടത്തിന്റെ ബന്ധമാ. അവിടെ തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് വെള്ളം കുടിച്ചു സയ്യിദുനാ ഇമാമുനാ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലേ, നമുക്ക് തന്നെ കിട്ടൂലോ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെ കൃത്യമായി എവിടെ വെച്ച് എത്ര അകലെ വെച്ചാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ കുഞ്ഞിന്റെ അനക്കം നമുക്കറിയാം. അതൊന്ന് കരഞ്ഞാൽ ആ കരച്ചിലിന്റെ ഭാഷ നമുക്കറിയാം. പൊന്നുമോന്റെ മുഖം വാടിയാൽ ഉമ്മാക്ക് അറിയാം അതെന്തിനാണെന്ന്. ഈ പെൺകുട്ടികളൊക്കെ ഒളിച്ചോടുമ്പോ സാധാരണ കുറ്റപ്പെടുത്താറുണ്ട്, ഉമ്മ അറിയാതെ ഒന്നും നടക്കൂലെന്ന്. സത്യത്. മുഖം വാടിയാൽ ഉമ്മാക്ക് അതിൽ നിന്നും പലതും അല്ലാഹു ഇൻഫോം ചെയ്തു കൊടുക്കാറുണ്ട്. ഉമ്മ അറിയും. അങ്ങനെ ഒരു ഭാഷയുണ്ട്, അത് സ്നേഹത്തിന് മാത്രം തിരിച്ചറിയാൻ കഴിയൂ. മഹാനായ ഇമാം ബുഖാരി ആ ഭാഗത്ത്, ചുണ്ട് വെച്ച ഭാഗത്ത് കൈവിരലമർത്തി. അങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞവരുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി മദീനയിൽ നിന്നും മക്കയിലെത്തിയാൽ ഖുറൈശികൾ തിരിച്ചയച്ചില്ല എങ്കിൽ ആ ഒരൊറ്റ സഹാബി മതി മക്ക മുഴുവനും ഇസ്ലാം പ്രചരിപ്പിക്കാൻ. നോക്കിക്കോട്ടോ, എങ്ങനെയായിരുന്നു സഹാബത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ശത്രു വന്ന് പെട്ടാൽ ആ ശത്രുവിനെ കൈകാര്യം ചെയ്യാന്നറിയോ? وَإِنَّ أَحَدٌ مِّنَ الْمُشْرِكِينَ اسْتَجَارَكَ فَأَجِرْهُ حَتَّى يَسْمَعَ كَلَامَ اللَّهِ ثُمَّ أَبْلِغْهُ مَأْمَنًا. സൂറത്ത് തൗബ. ഒരു മുശ്രിക്കായ മനുഷ്യൻ ശത്രുതയോടുകൂടെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ അവൻ നിന്റെ അടുക്കൽ അഭയാർത്ഥിയായ ഒരു സഹായം തേടി എത്തിക്കഴിഞ്ഞാൽ സഹാബിയോട് പറയാ, വൈനഹദുമിനൽ മുശ്രിക്കിന ഇസ്തജാറക, നിന്റെ അടുത്ത് അഭയം തേടി ഒരു ശത്രുപക്ഷത്ത് നിന്ന് ഒരു മുശ്രിക്ക് വന്നാൽ 3 കാര്യം ചെയ്യണം. 3 കാര്യം ചെയ്യണം. ഇതാണ് മുഹമ്മദ് നബി ലോകത്തിന് കൊടുത്ത ഹിദായത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ശത്രുപക്ഷത്ത് നിന്നും ഒരു മുശ്രിക്കായ മനുഷ്യൻ മുസ്ലിം സഞ്ചയത്തിൽ എത്തിയാൽ 3 കാര്യം ചെയ്യണം. 1, ഫഅജിർഹു, വരുന്നവനെ മാന്യമായി സ്വീകരിക്കണം, അവന് അഭയം കൊടുക്കണം.
പിന്നെയോ ഹത്താ യസ്മഅ കലാമല്ലാഹ്, അല്ലാഹുവിന്റെ സംസാര ഭാഷ ഇതാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന പെരുമാറ്റം നിന്നിലുണ്ടാവണം. നിന്റെ പ്രവർത്തനം അവൻ കണ്ടാ മതി ഖുർആൻ ഇതാണെന്ന് അവന് ബോധ്യപ്പെടണം. ഐഷ ബീവിയോട് ചോദിച്ചല്ലോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവത്തെ കുറിച്ച് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഹബീബിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതുകൊണ്ട് നിന്റെ പെരുമാറ്റം ഇത് ഖുർആൻ പഠിപ്പിച്ച രീതി ഇതാണെന്ന് വരുന്ന അമുസ്ലിമിന് ബോധ്യപ്പെടുന്ന പെരുമാറ്റമായിരിക്കണം. അല്ലാഹുവേ, അങ്ങനെ ആർക്ക് പെരുമാറാൻ കഴിയും? അവിടെയാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നമുക്ക് ചർച്ചയാവുന്നത്. ഈ അടുത്ത ദിവസം കണ്ടില്ല വാട്സാപ്പിൽ ഒരു ഫോട്ടോ? ഈ റബീഉൽ ആഖിർ വരുമ്പോ ഉസ്താദിന്റെ ഒരു ആണ്ട് തകയാ, ഉസ്താദിന്റെ കൂടെ നടന്ന പൂച്ച ഉസ്താദിന്റെ ഖബറിന്റെ സമീപത്ത് വന്നിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഒരു മനുഷ്യനല്ല, ഒരു മൃഗത്തിന് പോലും ആ പ്രവാചക ജീവിതത്തിന്റെ ആവർത്തനത്തെ തിരിച്ചറിയാൻ കഴിയുന്ന വിധം അത്ര ഹൃദ്യമായിരുന്നു മഹാന്മാർ. അങ്ങനെയാണ് സഹോദരന്മാരെ, മുഹമ്മദ് നബിയുടെ കത്തുകളാ ഒരു നാട്ടിലേക്ക്, ഒരു രാജാവിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഒരു സഹാബിയാ പോയിട്ടുള്ളൂ. ചൈന എന്ന് പറയുന്ന രാജ്യം ലോകത്തേറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ പെട്ടതല്ലേ? സാങ്കേതികമായ ഒരുപാട് മികവുകളുള്ള രാജ്യം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒട്ടകം തിരിഞ്ഞത് അങ്ങോട്ടാണ്. മഹാന്മാരായ സഹാബത്ത് ഒരാൾ ഒരിടത്ത് ചെന്നു കഴിഞ്ഞാൽ അത് മതി. ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കൊടുങ്ങല്ലൂര് സഹാബി വന്നപ്പോ 12 പുരുഷന്മാരും 2 സ്ത്രീകളും വന്നപ്പോ നമ്മളാണെങ്കിൽ 10-50 പൈസ കൊടുത്ത് ഒഴിവാക്കി വിടും, ചില്ലറ പൈസ കൊടുത്ത് പിരിവുകാരാന്ന് ഓർത്ത്. തികച്ചും അപരിചിതമായ വേഷഭൂഷാദികളോടുകൂടെ ആർക്കും മനസ്സിലാവാത്ത ഭാഷ സംസാരിക്കാൻ വേണ്ടി വന്നവർ. ആ ഭാഷയിൽ എങ്ങനെയാ? രാജകൊട്ടാരത്തിൽ രാജകീയമായ സ്വീകാര്യത അവർക്ക് കിട്ടിയത് ഏത് ഭാഷയിലാ? പരിഭാഷകരുണ്ടായോ? ഇല്ല. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ കാരണവരായിരുന്നു. പേരക്കുട്ടി മാലിക് ബിൻ ഹബീബ് ഉണ്ടായിരുന്നു. അവർ വന്നിരുന്ന അവരെ കണ്ടപ്പോ തന്നെ ഇരിക്കാൻ ഇരിപ്പിടം വലിച്ചിട്ട് കൊടുത്തു. കുടിക്കാൻ അപ്പുവാണ് തെങ്ങിന്റെ മുകളിൽ കയറിയത്, കരിക്ക് വെട്ടിക്കൊണ്ടുവരാൻ. കുടിക്കാനുള്ള കരിക്ക് വെട്ടിക്കൊണ്ടുവന്നത് അപ്പുവാ. അപ്പു വെട്ടിയ കരിക്ക് കുടിച്ചു. പള്ളി കയറ്റാൻ ചക്രവർത്തി, ചേരമാൻ ചക്രവർത്തി പറമ്പ് കൊടുത്തു. 12 പുരുഷന്മാര് 2 സ്ത്രീകളാ. കല്യാണം കഴിക്കണം. 2 സ്ത്രീകളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇസ്ലാമിൻ്റെതല്ല. പാഞ്ചാലികൾ നമുക്കില്ല. പിന്നെ ഇവിടെ വിവാഹത്തിനായി കടന്നു വന്നത് അന്തർജനങ്ങളായ മഹിളകളാണ്. ഏത് ഭാഷയാ അവരോട് സംസാരിച്ചത്? ആ ഭാഷയാണ് മുഹമ്മദ് നബി പഠിപ്പിച്ച സ്നേഹത്തിന്റെ ഭാഷ. അതാണ് മുഹമ്മദ് നബി പഠിപ്പിച്ച ഹിദായത്തിന്റെ ഭാഷ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനേ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹിദായത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് അവിടെയാണ്. 951 കൊല്ലത്തെ പ്രബോധനത്തിൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എണ്ണിപ്പറയാൻ വിരലുകൾ പൂർണ്ണമായും അടക്കാനില്ല. അത്ര കണ്ട അനുയായികളെ ഉള്ളൂ. ഹിദായത്ത് എവിടെ കൊടുക്കാൻ കഴിഞ്ഞു? എവിടെയില്ല. അവരുടെയൊക്കെ ഹിദായത്ത് വളരെ തുച്ഛമാണ്. സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ കൂടിയ ഹവാരിയങ്ങൾ 12 സഹാബിയേ ഉണ്ടായുള്ളൂ. അതിലൊരു ഒറ്റുകാരനുണ്ടായിരുന്നു. 12 സ്വഹാബി, അതിലൊരു ഒറ്റുകാരൻ. ആ ഹിദായത്തും ഈ ഹിദായത്തും വ്യത്യാസമുണ്ട്.
അതുകൊണ്ട് തന്നെയാ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം മുഹമ്മദ് നബിയുടെ അനുയായിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് വരാനിരിക്കുന്നു. ജീവിതം അല്ലാഹു അവിടേക്ക് നമുക്ക് എത്തിച്ചു തന്നാൽ ആ മഹാന്റെ നേതൃത്വത്തിൽ ഒരു അണിയായി കൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കെല്ലാം നമ്മുടെ പിന്മുറക്കാർക്കാണ് എങ്കിൽ അല്ലാഹു അവരതിലേക്ക് ചേർക്കുമാറാവട്ടെ. പുന്നാര നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇന്ന് മൂസാ നബി ഉണ്ട് എങ്കിൽ മൂസാ നബിക്ക് എന്നെ പിൻപറ്റലാണ് ഏറ്റവും അഭികാമ്യമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് ഈസാ നബി ഉണ്ടെങ്കിൽ ഈസാ നബിക്കും അഭികാമ്യം എന്നെ പിൻപറ്റലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവരുടെയൊക്കെ ഹിദായത്തിനൊരു പരിധിയുണ്ട്. കെട്ടുറപ്പുള്ള ഭരണകൂടത്തിനെതിരെ സംസാരിക്കാൻ 2 നബിയാ പോയത്. പക്ഷെ ആള് മുസ്ലിമായില്ല. കെട്ടുറപ്പുള്ള ഭരണകൂടത്തിന്റെ നേരെ പോയത് 2 നബിമാരാ. 2 പേരും മഹാന്മാരാ, വലിയ മനുഷ്യന്മാരാ. അങ്ങനെയാണ്. വജഅലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ ഉസ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി. സൂറത്ത് ത്വാഹ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, എന്റെ സഹോദരൻ, എന്റെ ജ്യേഷ്ഠൻ ഹാറൂൻ എന്റെ ജ്യേഷ്ഠനാ, നന്നായിട്ട് സംസാരിക്കും. വീണു പോകും, വർത്തമാനത്തിൽ വീണു പോകാനാണ് എങ്കിൽ അഫ്സഹു മിന്നി, വർത്തമാനം മുഴുവൻ സാഹിത്യം പറയാൻ കഴിവുള്ള എന്റെ സഹോദരൻ ഹാറൂൻ, മഹാനവരകളെ നീ നബിയാക്കണേ എന്ന് ദുആ ചെയ്തു. 2 നബിമാരും കൂടി ചെല്ലുന്നു. എവിടെ? ഫറോവയുടെ കൊട്ടാരത്തിൽ. അത്ഭുതങ്ങൾ കാണിക്കാനിട്ടാണോ? അല്ല, അല്ല. നമ്മൾ കഴിഞ്ഞ റമദാനിക്ക് ചർച്ച ചെയ്തതാ, മൂസാ നബിയുടെ കയ്യിലുള്ള വടി 3 വട്ടം ഫറോവയുടെ മുന്നിൽ വെച്ച് പാമ്പിന്റെ രൂപം വന്നപ്പോൾ അയാൾ ഭയന്നിട്ടുണ്ട്. 40 ദിവസത്തിലൊരിക്കൽ അയാള് മലവിസർജനം നടത്തും. ഒരു ദിവസം ഒരു ഒട്ടകം തിന്നും. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ജലാലുദ്ദീൻ സുയൂത്തി ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ ഒരു കപ്പാസിറ്റി അല്ലേ? വയറ്റി പിടിക്കാതെ എന്തെങ്കിലും സാധനം തിന്നു കഴിഞ്ഞാൽ എത്ര ആരോഗ്യമുള്ളവനാണെങ്കിൽ ഒരു 3-4 പ്രാവശ്യം ഓടും. പിടിച്ചെടുക്കാൻ കഴിയില്ല. ഇതിനകത്തേക്ക് കഴിക്കാതെ പിടിച്ചെടുക്കാൻ പറ്റും, കഴിച്ചത് കളയാൻ പറ്റാതെ പിടിച്ചെടുക്കാൻ പറ്റൂല. പക്ഷേ ഫറോവ 40 ദിവസത്തിലൊരിക്കൽ ആ ഫറോവയ്ക്ക് ഭയമുണ്ടായിരുന്നു. സയ്യിദുനാ മൂസ, അല്ലാഹു കൊടുത്ത വടിയുണ്ടല്ലോ, 10 മുഴം നീളമുള്ള വടി, സ്വർഗലോകത്തിന്റെ ആജന്ന അനുഗ്രഹീതമായ വൃക്ഷത്തിന്റെ ശിഖരമാണത്. ആദം നബി കൊണ്ടുവന്ന വടി കൊണ്ടുവന്നിട്ട് ഫറോവയുടെ വലിയ കൊട്ടാര കവാടത്തിൽ ഒന്ന് മുട്ടിയതോടുകൂടെ 40ന്റെ അന്ന് പുറത്തു കളയേണ്ട സാധനം അതിനു മുമ്പേ തന്നെ പോയി. അറിയാതെ മലവിസർജനം നടന്നുപോയി. ആ വാതിലൊന്ന് മുട്ടുന്നു കേട്ടിട്ട്. അങ്ങനെ ആയിരുന്നു. ഭയം ഉണ്ടായിരുന്നു. അസാധാരണ മനുഷ്യനാണെന്ന് അറിയായിരുന്നു. സയ്യിദുനാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ മുന്നിൽ മഹാനവറുകളുടെ കയ്യിലുള്ള വടിയുണ്ടല്ലോ, അത് പാമ്പാക്കി കൊടുക്കുന്ന രൂപത്തിൽ ഫറോവയുടെ ആകാശം മുട്ടി നിൽക്കുന്ന വലിയ കൊട്ടാരത്തിന്റെ കവാടത്തിലല്ല, കൊട്ടാരത്തിന്റെ മോന്തായത്തിൽ പാമ്പിന്റെ വായയുടെ മുകൾ ഭാഗം, കൊട്ടാരത്തിന്റെ മുറ്റത്തിന്റെ താഴെയാ പാമ്പിന്റെ വായയുടെ താഴ്ഭാഗം. ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഹിദായത്ത് മറ്റ് നബിമാര് കൊടുത്ത ഹിദായത്തല്ല. അതങ്ങനെ ഒരു ശിഷ്യൻ ഒരു സ്ഥലത്ത് പോയാൽ മതി, അവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ആ അനുയായിയിൽ ഒരു അംഗമാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹിയുമായി ഒരു ബന്ധമുള്ള മനുഷ്യൻ എവിടെ പോയാലും അവൻ മുഖേന മറ്റുള്ളവർ നന്നാവുന്നു. അങ്ങനെ നമുക്കാവണ്ടേ? അതിന് സ്വലാത്ത് ചൊല്ലണം. നബിയുമായി ബന്ധമുള്ള ഒരാൾ ഒരു വഴിക്ക് പോയാൽ ആ ഒരാൾ മതി ഒരുപാട് പേര് നന്നാവാൻ. ഒരാളെ ഞാൻ പറയാം. فإن جدي رسول الله كان يقول أنت الخليفة لي في
ഫീ ഖൈരി കുല്ലി മഖൂൽ. എന്റെ ഖലീഫയായി പൊന്നെ നീ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പേരമകനെ പറഞ്ഞയച്ചു. ഏകദേശം 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു എവിടെ നിന്നാ ഈ പ്രബോധനത്തിന്റെ ദൗത്യം നമുക്ക് പൂർണ്ണമാക്കാൻ കഴിയാ? അതിന് റസൂലുള്ളാഹിയുമായൊരു ബന്ധം വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പൊന്നുമോൻ പ്രബോധനം ചെയ്തു. ബഗ്ദാദിൽ വ്യാഴം അസ്ർ കഴിഞ്ഞാൽ ഒരു വയലുണ്ട്. അതിന് വലിയ വലിയ സൗകര്യങ്ങൾ വേണ്ട. ആ ചുണ്ടും നനങ്ങിയാൽ മതി. അവിടെ കേൾക്കാൻ വന്നിരിക്കുന്നവന് അകലേന്ന് ഒന്ന് കണ്ടാലും മതി. നന്നവനത് മതിയായിരുന്നു. അങ്ങനത്തെ ഒരു ഹിദായത്താണ് നബിയുമായി ബന്ധമുള്ളവന് കൊടുക്കാൻ കഴിയുക. പഴയകാലത്തെ കാരണവന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു ആസറുണ്ടായിരുന്നു. മഴ പെയ്യൂല മോളെ, ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറയും അല്ലേ? കൊടയൊന്നുമില്ല എന്ന് സ്കൂളിൽ പോവാൻ. വാഴയില വെട്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ പിടിച്ചാ പോവാ. ചേമ്പല, പ്ലാസ്റ്റിക്കിന്റെ കൂട്, അല്ലെങ്കിൽ തൊപ്പിക്കുട, വലിയ വലിയ പണക്കാരുടെ കുട്ടികൾ പോകുമ്പോ നിവർത്താൻ പറ്റുന്ന കൊട. ചോദിക്കും വാപ്പാ, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ പല കിണറുകൾക്കും സ്ഥാനം കണ്ടതാരാ? സ്ഥാനം എന്ന് വെച്ചാൽ അത് കുഴിക്കാൻ ഒരു ഇടം കാണിച്ചു കൊടുത്തത്. ഇവിടെയൊക്കെ പിന്നെ എവിടെ കുത്തിയാലും വെള്ളം ഉണ്ടാവും. ഞങ്ങളുടെയൊക്കെ വീടുകളില് ചെങ്കല്ല് പ്രദേശമാണല്ലോ ഭാഗമൊക്കെ. പറയും നമ്മുടെ ഉപ്പൂപ്പ കാണിച്ചു തന്ന സ്ഥലത്താണ് ഇവിടെ കുറ്റിയടിച്ചത്, അവിടെ താത്തിയാൽ വെള്ളം കിട്ടുമെന്നവരന്ന് പറഞ്ഞിരുന്നു. ആസ്ട്രോണമിക്കലായോ ജോഗ്രഫിക്കലായോ ഭൂമിയുടെ ഒരു മണ്ണാങ്കട്ട അറിയില്ല അവർക്ക്. പക്ഷേ അവിടെ താത്തിയാൽ വെള്ളം കിട്ടുമെന്ന് പറയാൻ വെറും കർഷകനായ ഒരു പച്ച മനുഷ്യന് കഴിയുമായിരുന്നുവെങ്കിൽ ആ നാവ് ചലിച്ചത് സ്വലാത്തിലൂടെയാ. ആ ശരീരം അനുഷ്ഠിച്ച അനുഷ്ഠാന പദങ്ങളിൽ കാണാൻ കഴിയുന്നത് സുന്നത്ത് നിസ്കാരങ്ങളെയാ. ആ വയറുകൾക്കകത്തേക്ക് പോയത് ഹലാലായ ഭക്ഷണങ്ങളെയാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു ബന്ധം ഉണ്ടായാലാ അങ്ങനെ ഒന്ന് നമുക്ക് സാധ്യമാവൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് സ്വലാത്തുകളൊക്കെ ഇങ്ങനെ വർദ്ധിപ്പിക്കണം. ഞാൻ ഇന്നൊരു സൂത്രം പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? നേരത്തെ എല്ലാവരും വന്ന അതിനാന്ന് എനിക്ക് മനസ്സിലായി. സമ്പത്തുണ്ടാവുന്ന സ്വലാത്ത് അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. ഏത് സ്വലാത്ത് ചെല്ലിയാലും ഖൈറാണ്. എന്നാലും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള ചില സ്വലാത്തുകൾക്ക് ചില പ്രത്യേകതകൾ പ്രത്യേകം കാണപ്പെടുന്നുണ്ട്. വിവാഹങ്ങൾ വൈകുന്നുവെങ്കിൽ, ജോലി വരാൻ വൈകുന്നുവെങ്കിൽ ചൊല്ലേണ്ട ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. 41 അതിന്റെ കണക്ക്. സ്വലാത്തുൽ ഫാത്തിഹ അറിയില്ലേ? സ്വലാത്തുൽ ഫാത്തിഹ, വിവാഹം, ജോലി ഇതൊക്കെ വരാൻ വൈകുന്നുവെങ്കിൽ ചൊല്ലേണ്ട സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി ഹഖ ഖദരിഹി വമിഖ്ദാരിഹിൽ അലീം. ഈ സ്വലാത്ത് വിവാഹം വരാൻ വൈകുന്നു, വിസ വരാൻ വൈകുന്നു, ജോലി വൈകുന്നു, 41 വട്ടം ഇത് പതിവാക്കിയാൽ, ദിവസവും പതിവാക്കിയാൽ എളുപ്പത്തിൽ എത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തായാലും വിവാഹം കഴിഞ്ഞവരത് ചൊല്ലുമ്പോൾ ഇനിയൊരു വിവാഹം വരുമെന്നോർത്ത് പേടിച്ച് ചൊല്ലാതിരിക്കണ്ട. ജോലിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ആവശ്യമോ നടന്ന് കാണേണ്ടതുണ്ട് എന്ന് തോന്നിയാ ഇത് ചൊല്ല. പ്രത്യേകിച്ച് പിള്ളേർക്ക് കൊടുക്കുക, ചൊല്ലാൻ കൊടുക്കുക. ഈ കോഴ്സൊക്കെ വലിയ വലിയ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ വെറുതെ നടക്കാണ്. അങ്ങനെ നടക്കുന്ന മക്കളൊക്കെ ഇതൊക്കെ ചൊല്ലട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ സ്വലാത്ത് പഠിക്കാൻ എളുപ്പമുണ്ട്. ഇന്ന് മൊബൈലും സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇത് നെറ്റിൽ പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഈ സ്വലാത്തിന്റെ ഏടുകളുണ്ട്, അതിലുണ്ട് സ്വലാത്തുൽ ഫാത്തിഹ. ആയാലും ഈ സ്വലാത്തുൽ ഫാത്തിഹ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെ കാണാം ഒരു സ്വലാത്ത് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും എന്നാണ് അതിന്റെ ഫലങ്ങളെ കുറിച്ച് മഹാന്മാർ പറയുന്നത്.
اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്തായിരിക്കും അല്ലേ? ഇതെങ്ങനെ ചൊല്ലിക്കൊള്ളണം, അതിനൊരു എണ്ണം വെക്കണം. ഇപ്പൊ 2000 രൂപ ആവശ്യമുള്ള ആളൊരു 3 ചെല്ല, അങ്ങനെയൊന്നുമല്ല എണ്ണം. നമുക്ക് സാമ്പത്തിക ആവശ്യങ്ങൾ വന്ന് നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ ആവശ്യം അല്ലാഹു കൊണ്ട് നിറവേറ്റി തരാനൊക്കെ ഇത് കാരണവും. ഒന്നുകൂടി പറയാം. اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. ഇത് ചൊല്ലിയാൽ സാമ്പത്തികമായി ഇതിന്റെ ഫലങ്ങൾ പറയുന്നിടത്ത് മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ആരെങ്കിലും ഈ സ്വലാത്ത് പെരുപ്പിച്ചാൽ ഓരോ ദിവസവും അവന്റെ സമ്പത്ത് കൂടി വരാം. ഈ സ്വലാത്തിന് പവർ ഉണ്ടെന്ന് മഹാന്മാർ പറയുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.